നമ്മളിങ്ങനെ മുതിർന്ന ആളുകൾ എന്നൊക്കെ നമ്മൾ പറയുന്ന ആളുകൾ പലപ്പോഴും ഹൃദയത്തിൽ നിഷ്കളങ്കത മാറ്റിവെച്ച് കൗടില്യവും കുടിലതയുമൊക്കെ നിറച്ചു വെച്ചുകൊണ്ട് പരസ്പരം പോരടിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലും നിഗ്രഹിക്കപ്പെടുന്നത് ഒരു നിഷ്കളങ്കതയാണ്. യേശു നമ്മളോട് ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടുള്ളതും തിരിഞ്ഞ് ശിശുക്കളെപ്പോലെ ആകുവിനെന്നാണ്. ഇതെപ്പോഴാണ് അത് പറയുക? ശിഷ്യന്മാർക്കിടയിൽ ഒരു തർക്കം, ആരാണ് വലിയവൻ, ആരാണ് വലിയവനുള്ള തർക്കമുണ്ടാകുന്ന സമയത്തൊക്കെ ആദ്യം നഷ്ടപ്പെടുന്നത് ഈ നൈർമല്യമാണ്. അതുകൊണ്ട് തന്നെയാണ് യേശു അവരുടെ നടുവിലേക്ക് ഒരു കുഞ്ഞിനെ പിടിച്ചു നിർത്തിയിട്ട് പറയുന്നത്, നിങ്ങൾ തിരിഞ്ഞ് ഈ ശിശുവിനെ പോലെ ആകുന്നില്ല എങ്കിൽ നിങ്ങൾ ദൈവരാജ്യത്തിന് അവകാശിയാവില്ല എന്ന്. ഉദാഹരണത്തിന്, നിങ്ങളുടെ വീട്ടിലൊരു ചെറിയ കുട്ടിയുണ്ടെന്ന് വിചാരിക്കാം, 2-3 വയസ്സ് പ്രായം. അവനെ നിങ്ങളൊരു ഭക്ഷണമേശയുടെ മുകളിലിരുത്തുക, ഡൈനിങ് ടേബിളിൻ്റെ മുകളിലിരുത്തുക. എന്നിട്ട് അവൻ്റെ അപ്പനോ അമ്മയോ ആ മേശയിൽ നിന്ന് താഴത്തിരിക്കുക, നിലത്തിരിക്കുക എന്ന് വിചാരിക്കുക. എന്നിട്ട് ആ കുഞ്ഞിനോട് പറയണം, മോനെ ഈ മേശയിൽ നിന്ന് എൻ്റെ കയ്യിലേക്ക് ചാടിക്കോ. അവനിങ്ങനെ പതിയെ ആ മുട്ടയിലൊക്കെ എഴഞ്ഞോ അല്ലെങ്കിൽ പതിയെ ചാടിയോ ഒക്കെ ഇതിൻ്റെ വിളിമ്പിൽ വന്ന് നിൽക്കുകയാണ്. ആ വിളിമ്പിൽ നിൽക്കുന്ന പൈതലിനോട് നമ്മൾ പറയണം, ചാടിക്കോ. അവൻ ചാടില്ലേ? അവൻ ചാടും. ഒരു സംശയവുമില്ലാതെ ആ കുഞ്ഞ് അപ്പൻ്റെയോ അമ്മയുടെ കയ്യിലേക്ക് ചാടും. എന്നാൽ ഇതേ കുഞ്ഞ് ഒരു 14-15 വയസ്സ് പ്രായമായി എന്ന് വിചാരിക്കുക, അല്പം മുതിർന്നു. അവന് വീടിൻ്റെ മുറ്റത്തുള്ള ഒരു പേരമരത്തിൽ കയറുന്നു പേരയ്ക്ക പറിക്കാൻ. നമ്മുടെയൊക്കെ പ്രായങ്ങളിൽ ആ പ്രായത്തിൽ ഇങ്ങനെ മരം കയറുന്ന പ്രായമാണ്. ഇപ്പോൾ ആ പ്രായത്തിൽ കുട്ടികൾ കുടിയേറുന്ന പ്രായമാണ്, വേറെ എന്തെങ്കിലും രാജ്യങ്ങളിലേക്കൊക്കെ. അപ്പോൾ അങ്ങനെ ഈ മരം കയറുന്ന ആ പ്രായത്തിൽ ഇവനിങ്ങനെ ഇതിൻ്റെ മുകളിൽ കയറിയെന്ന് വിചാരിക്കാം. മുകളിൽ കയറി അവന് താഴത്തേക്ക് ഇറങ്ങാനൊരു ഭയമോ എന്തോ ഒരു പ്രയാസം, അവനോട് പെട്ടുപോയി. ഇവൻ്റെ ഇതേ അപ്പനും അമ്മയും അവനാ ഭക്ഷണമേശയിൽ നിന്ന് ചാടിയപ്പോൾ പിടിച്ച അപ്പനോ അമ്മയോ ഈ താഴെ മരത്തിൻ്റെ ചോട്ടിൽ നിൽപ്പുണ്ടെന്ന് വിചാരിക്കാം. അവനോട് പറയുന്നു, ചാടിക്കോ. അവൻ ചാടുവോ? അവൻ ചാടത്തില്ല. അവനൊന്ന് ആലോചിക്കും. അവൻ എന്താലോചിക്കും? അപ്പൻ്റെ കൈക്ക് പഴയ പോലെ ബലമുണ്ടോ? ചാടിയാൽ എൻ്റെ കാലൊടിയോ? അവൻ വളരെ ലോജിക്കലായിട്ട് ചിന്തിക്കാൻ തുടങ്ങി. കാരണം അവന് അല്പം അറിവൊക്കെ സ്കൂളിലൊക്കെ പോയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ കുറച്ച് അറിവൊക്കെ കിട്ടിക്കഴിയുമ്പോൾ ആളുകൾ പതിയെ ചിന്തിക്കും, ഞാൻ മുതിർന്നു. അത് നമുക്കെല്ലാവർക്കും ഉള്ളൊരു അബദ്ധമാണ്. നമ്മളിങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയി എന്നൊരു തോന്നൽ നമുക്ക് വരുന്നൊരു സമയമുണ്ട്. അങ്ങനെ ആയി എന്നൊരു തോന്നൽ വന്നു കഴിയുമ്പോൾ പിന്നെ ദൈവാശ്രയാണ് നമുക്ക് കുറയുന്നത്. നമ്മുടെ വിശ്വാസ ജീവിതമാണ് പതിയെ പതിയെ അസ്തമിച്ചു തുടങ്ങുന്നത്. ദൈവം ഉണ്ടെന്നൊക്കെ നമുക്കറിയാം. പിശാചു അങ്ങനെ തന്നെ വിശ്വസിക്കുന്നുണ്ട് എന്ന് യാക്കോബിൻ്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്. ദൈവമുണ്ട്, നമ്മൾക്കും അറിയാം. പക്ഷേ നമ്മുടെ പ്രവൃത്തികൾ നമ്മുടെ വിശ്വാസത്തോട് ചേർന്ന് വരുന്നില്ല എങ്കിൽ അത് എത്രമാത്രം അപകടകരമാണ് എന്നുള്ളത് ശ്ലീഹ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അപ്പോൾ കുട്ടികൾ പതിയെ ചോദിച്ചു തുടങ്ങും. ഇത്തിരി മുതിർന്നു എന്ന് തോന്നുമ്പോൾ അവർ ചോദിക്കും, ഈസ് ഫെയ്ത്ത് ഈസ് റാഷണൽ? വിശ്വാസം യുക്തിപരമാണ്? നമ്മളിപ്പോൾ കുറച്ച് മുമ്പ് 100-ലധികം കുട്ടികളാണ് നമ്മൾ ഒരുമിച്ചിരുന്നത്. അവർ വളരെ തുറന്ന് ചോദിച്ച ചോദ്യങ്ങളിൽ അവർക്ക് ചോദിക്കാൻ ചെറിയ സങ്കോചങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അവരുടെ മനസ്സിലുള്ള ചോദ്യങ്ങൾ എന്താണെന്ന് നമ്മൾക്കൊക്കെ ഒരുമാതിരി ഇപ്പം അറിയാം. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം തന്നെയാണ്, ഈസ് ഫെയ്ത്ത് ഈസ് റാഷണൽ? വിശ്വാസം യുക്തിപരമാണോ? കാരണം അവർ സയൻസ് പഠിച്ചിട്ട് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് മുകളിലേക്ക് നോക്കി പ്രാർത്ഥിക്കണം. അപ്പോൾ ഈ പറയുന്ന സൗരയൂഥങ്ങളെക്കുറിച്ച്, ഗാലക്സികളെക്കുറിച്ച്,
5000-ത്തിലധികം വരുന്ന കാണപ്പെടുന്ന ഗാലക്സികളെക്കുറിച്ച്, ഇനിയും കാണപ്പെടാത്ത ഗാലക്സികളെക്കുറിച്ചൊക്കെ അറിഞ്ഞു കഴിയുമ്പോൾ സ്വർഗം എവിടെയാണ്? ഫിസിക്കലി എവിടെ ലൊക്കേറ്റ് ചെയ്യും? അപ്പോൾ അവരിങ്ങനെ ചോദിക്കും, ഈസ് ഫെയ്ത്ത് ഈസ് റാഷണൽ? അപ്പോൾ നമ്മളെന്ത് പറയും? അങ്ങ് വിശ്വസിച്ചാൽ മതി അല്ലേ? നമ്മളങ്ങനെ അങ്ങ് പറയും. അപ്പോൾ കുട്ടികൾ മനസ്സിൽ പറയും, ഓ, അപ്പനെ അമ്മയും വിഷമിപ്പിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അവർ ചെറുതായിട്ടൊക്കെ അങ്ങനെ സമ്മതിക്കും. എന്നാൽ അവരുടെ ഉള്ളിൽ ഇങ്ങനെ കിടക്കുകയാണ്, വിശ്വാസം വ്യക്തിപരമാണോ? അത് റാഷണൽ അല്ലെങ്കിൽ പിന്നെ അത് ഇറാഷണൽ അല്ലേ? യുക്തിഹീനമല്ലേ? ഇങ്ങനെ ഒരു സന്ദേഹം വരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ, പ്രത്യേകിച്ചും ഈ ഒരു തിരുപ്പിറവിയുടെയൊക്കെ പശ്ചാത്തലത്തിൽ, ഈ ഒരു ചോദ്യത്തിന് ഉത്തരം തരാൻ ശേഷിയുള്ള ഒരാൾ യേശുവിൻ്റെ മനുഷ്യാവതാരത്തിൻ്റെ പരിസരത്തിൽ തന്നെയുണ്ട്. ജോസഫാണ്. ജോസഫ് എന്ന നീതിമാനായ പുരുഷൻ എല്ലാ കാലത്തിൻ്റെയും ഒരു തലമുറയുടെ സന്ദേഹത്തിന് ഉത്തരം തരാൻ ശേഷിയുള്ള ആളാണ്. അപ്പത്തിൻ്റെ വീട്ടിലെ അപ്പൻ എന്ന വിശേഷണമുള്ള ആളാണ് ജോസഫ്, ബേത്ലഹേമിലെ പുരുഷൻ. വളരെ വളരെ കുറച്ച് പരാമർശങ്ങൾ മാത്രമാണ് തിരുവെഴുത്തിൽ ജോസഫിനെ കുറിച്ചുള്ളത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായത്തിലും 2-ാം അധ്യായത്തിലുമായിട്ടാണ് ആ പരാമർശങ്ങളൊക്കെ ഉള്ളത്. അതിലൊന്നിങ്ങനെയാണ്: യാക്കോബ് മറിയയുടെ ഭർത്താവായ യോസഫിനെ ജനിപ്പിച്ചു, അവളിൽ നിന്ന് ക്രിസ്തു എന്ന പേരുള്ള യേശു ജനിച്ചു. 18-ാം വാക്യത്തിൽ വീണ്ടും വായിക്കും, എന്നാൽ യേശു ക്രിസ്തുവിൻ്റെ ജനനം ഈ വണ്ണമായിരുന്നു: അവൻ്റെ അമ്മയായ മറിയ ജോസഫിനെ വിവാഹം നിശ്ചയിക്കപ്പെട്ട ശേഷം അവർ കൂടി വരും മുമ്പേ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി എന്ന് കണ്ടു. അവളുടെ ഭർത്താവായ യോസഫ് നീതിമാനാകൊണ്ടും അവൾക്ക് ലോകാപവാദം വരുത്തുവാൻ അവന് മനസ്സിലായക കൊണ്ടും അവളെ ഗൂഢമായി ഉപേക്ഷിപ്പാൻ ഭാവിച്ചു. ഇങ്ങനെ നനച്ചിരിക്കുമ്പോൾ കർത്താവിൻ്റെ ദൂതൻ അവന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി, ദാവീദിൻ്റെ മകനായ യോസഫേ, നിന്റെ ഭാര്യയായി മറിയെ ചേർത്തുകൊള്ളുവാൻ ശങ്കിക്കേണ്ട. അവളിൽ ഉൽപ്പാദിതമായത് പരിശുദ്ധാത്മാവിനാൽ ആകുന്നു. അവളൊരു മകനെ പ്രസവിക്കും. അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് നീ അവന് യേശു എന്ന പേർ വിളിക്കണം. 24-ാം വാക്യത്തിൽ വീണ്ടും പറയും, യോസഫ് ഉറക്കമുണർന്നു, കർത്താവിൻ്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ ചെയ്തു, ഭാര്യയെ ചേർത്തുകൊണ്ടു. വീണ്ടും 2-ാം അധ്യായത്തിൽ വിദ്വാൻമാർ മടങ്ങിപ്പോയ ശേഷം കർത്താവിൻ്റെ ദൂതൻ യോസഫിന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി, നീ എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയെയും കൂട്ടിക്കൊണ്ട് മിസ്രൈമിലേക്ക് ഓടിപ്പോയി, ഞാൻ നിന്നോട് പറയും വരെ അവിടെ പാർക്കുക. ഹേരോദാവ് ശിശുവിനെ നശിപ്പിക്കേണ്ടതിന് അവനെ അന്വേഷിപ്പാൻ ഭാവിക്കുന്നു എന്ന് പറഞ്ഞു. അവൻ എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയെയും രാത്രിയിൽ തന്നെ കൂട്ടിക്കൊണ്ട് പുറപ്പെട്ട് മിസ്രൈമിലേക്ക് പോയി. ഹേരോദാവിൻ്റെ മരണത്തോളം അവനവിടെ പാർത്തു. പിന്നെ നമ്മൾ മുമ്പേ പറഞ്ഞ ശിശു ഹത്യയുടെ വൃത്താന്തമോടെ പറയുന്നുണ്ട്. വീണ്ടും 19-ാം വാക്യത്തിലാണ് അവസാനത്തെ പരാമർശങ്ങളിലൊന്ന്. എന്നാൽ ഹേരോദാവ് കഴിഞ്ഞു പോയ ശേഷം കർത്താവിൻ്റെ ദൂതൻ മിസ്രൈമിൽ വെച്ച് യോസഫിന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി, ശിശുവിന് പ്രാണഹാനി വരുത്തുവാൻ നോക്കിയവർ മരിച്ചുപോയതുകൊണ്ട് നീ എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയെയും കൂട്ടിക്കൊണ്ട് ഇസ്രായേൽ ദേശത്തേക്ക് പോക എന്ന് പറഞ്ഞു. അവൻ എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയെയും കൂട്ടിക്കൊണ്ട് ഇസ്രായേൽ ദേശത്ത് വന്നു. എന്നാൽ യഹൂദയിൽ ഹേരോദാവിന് പകരം അവൻ്റെ മകനായ അർക്കലാവോസ് ഭരണം നടത്തുന്നു എന്ന് കേട്ട് സ്വപ്നത്തിൽ അരുളപ്പാടുണ്ടായി അവൻ ഗലീല പ്രദേശങ്ങളിലേക്ക് മാറിപ്പോയി. അവൻ നസറായൻ എന്ന് വിളിക്കപ്പെടുമെന്ന് പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്ത് നിവൃത്തിയാകുവാൻ തക്കവണ്ണം നസറേത്ത് എന്ന ഗ്രാമത്തിൽ ചെന്ന് പാർത്തു. യേശു എന്ന് പേരിട്ടതും ജോസഫാണ്. നസറായൻ എന്ന പേരിന് കാരണക്കാരനായതും ജോസഫാണ്. ഇനി ജോസഫിനെ കുറിച്ചുള്ള തിരുവെഴുത്തിലെ പരാമർശങ്ങൾ പരോക്ഷമാണ്.
12-ാം വയസ്സിൽ യേശു എന്ന ബാലനെയും കൊണ്ട് അവരുടെ അപ്പനും അമ്മയും യെരുശലേമിൽ പെരുന്നാളിന് പോകുന്നതും അവിടെ വെച്ച് യേശുവിനെ കാണാതെയാവുന്നതും 3 ദിവസത്തെ വഴിദൂരം പിന്നിട്ടവർ തിരികെ വരുന്നതും ഒടുവിൽ ആയമ്മ ദേവാലയത്തിൽ യേശുവിനെ കാണുമ്പോൾ യേശുവിനോട് പറയുന്ന വാക്ക്, ഉണ്ണി, നിൻ്റെ അപ്പനും ഞാനും എത്രമാത്രം വ്യസനിച്ചുവെന്ന് നിനക്കറിയാമോ? നിൻ്റെ അപ്പനും ഞാനും. അവിടെയാണ് ജോസഫിനെ കുറിച്ച് ഒരു പരോക്ഷ പരാമർശമുള്ളത്. വീണ്ടും തൻ്റെ പരസ്യ ശുശ്രൂഷാ വേളയിൽ വലിയ വീര്യപ്രവർത്തികളൊക്കെ ചെയ്തതിന് ശേഷം അവൻ സ്വന്തം പട്ടണത്തിലേക്ക് വരുമ്പോൾ അവൻ്റെ പ്രഭാഷണമൊക്കെ കേട്ട് അവൻ്റെ അത്ഭുത പ്രവൃത്തികളൊക്കെ കണ്ട് അതിശയിച്ചു പോയ ആളുകൾ, ചില ആളുകൾ അവനോട് ചോദിക്കുകയാണ്, അവനെക്കുറിച്ച് പറയുകയാണ്, ഇവൻ ജോസഫിൻ്റെ മകനല്ലയോ, ആ തച്ചൻ്റെ മകനല്ലയോ? നമുക്കിപ്പോൾ ഒരാളെ ബിലിറ്റിൽ ചെയ്യണമെങ്കിൽ, നമ്മൾക്ക് അംഗീകരിക്കാതിരിക്കണമെങ്കിൽ അയാളെക്കുറിച്ച് മോശമായി പറഞ്ഞാൽ മതിയല്ലോ. അയാളെക്കുറിച്ച് മോശമായി എന്തെങ്കിലും പറഞ്ഞാണ് ആളുകൾ അവർക്ക് അംഗീകരിക്കാനോ അവർക്ക് ഉൾക്കൊള്ളാനോ പറ്റാത്ത ആളുകളെ തുച്ഛീകരിക്കാൻ എപ്പോഴും ശ്രമിക്കുന്നത്, എല്ലാ കാലത്തും ശ്രമിക്കുന്നത്. അതിവിടെയും യേശുവിൻ്റെ കാലത്തുമുണ്ട്. തങ്ങൾക്ക് മനസ്സിലാവുന്നില്ല അവൻ ചെയ്യുന്ന പ്രവൃത്തികളോ അവൻ പറയുന്ന സ്നേഹത്തിൻ്റെ കഥകളോ അവൻ ചെയ്യുന്ന കാരുണ്യ പ്രവൃത്തികളോ ഒന്നും ഉൾക്കൊള്ളാൻ പറ്റാത്ത യാഥാസ്ഥിതികമായ ആ മനസ്സ് അവൻ്റെ പുരോഗമനപരമായ ഒരു നിലപാടിനെയും ഉൾക്കൊള്ളാനാവാത്തതുകൊണ്ട് അവരിങ്ങനെ അവനെ തുച്ഛീകരിക്കാൻ, ചെറുതാക്കാൻ ശ്രമിക്കുന്ന ചോദ്യങ്ങളിൽ ഒന്നിലാണ് വീണ്ടും ജോസഫ് പ്രത്യക്ഷപ്പെടുന്നത്. അവൻ വിശുദ്ധ കുർബാനയെക്കുറിച്ച് പറയുമ്പോൾ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന മന്ന ഞാനാകുന്നു എന്ന് പറയുമ്പോഴും അവർ ചോദിക്കുന്നുണ്ട്, ഇവൻ ജോസഫിൻ്റെ മോനല്ലയോ? ഇത്രയൊക്കെ പരാമർശങ്ങളേ ഉള്ളൂ ജോസഫിനെ കുറിച്ച് വേദപുസ്തകത്തിൽ. എന്നാൽ ജോസഫിൻ്റെ വിശ്വാസം, ദാറ്റ് ഇന്നസെന്റ് ഫെയ്ത്ത്, അത് ക്രൈസ്തവ സഭയുടെ വിശ്വാസത്തിൻ്റെ മൂല മാതൃകയാണ് എന്ന് സഭാപിതാക്കന്മാർ നമ്മളെ പഠിപ്പിക്കും. പ്രത്യേകിച്ചും സുറിയാനി ആരാധനാ സാഹിത്യത്തിൽ ജോസഫിൻ്റെ വെളിപാടിൻ്റെ ഞായറാഴ്ച ദിവസം നമസ്കാരങ്ങളിൽ സദറാ പ്രാർത്ഥന ചൊല്ലുമ്പോൾ ജോസഫിൻ്റെ വിശ്വാസം സഭയുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാന മാതൃകയെന്ന് വിശേഷിപ്പിക്കും. എങ്ങനെ? ജോസഫിൻ്റെ വിശ്വാസത്തിൻ്റെ പ്രത്യേകത എന്താണ്? അത് നമ്മൾ മുമ്പേ പറഞ്ഞതുപോലെയുള്ള നമ്മുടെ മുതിർന്നവരുടെ വിശ്വാസം പോലെ യുക്തിപരമല്ല. അത് കുറെ കൂടി നൈർമല്യം തുളുമ്പുന്ന ഒരു വിശ്വാസമാണ്. എങ്ങനെയെന്നോ, കേവലം സ്വപ്നങ്ങൾക്കധിഷ്ഠിതമായിട്ടാണ് ജോസഫിൻ്റെ വിശ്വാസം. കന്യക മറിയാമിനെ സംബന്ധിച്ചിടത്തോളം ഗബ്രിയേൽ മാലാഖയുടെ അറിയിപ്പ്, കൃപ നിറഞ്ഞവളെ നിനക്ക് സമാധാനം, പരിശുദ്ധാത്മാവിനാൽ നീ ഗർഭിണിയാകുമെന്നുള്ള ആ ഒരു വാക്ക് കന്യക മറിയാമിന് ഉടലിൻ്റെ അനുഭവമാണ്. കന്യക മറിയാമിനെ സംബന്ധിച്ചിടത്തോളം അവളുടെ ഉടലനുഭവമാണ് ആ സുവാർത്ത. ജോസഫിന് അങ്ങനെയല്ല. ജോസഫിനത് അപരാനുഭവമാണ്. മറ്റൊരാളുടെ അനുഭവത്തെയാണ് ജോസഫ് വിശ്വസിക്കുന്നത്. അമ്മ മറിയത്തെ സംബന്ധിച്ചിടത്തോളം അവളുടെ ശരീരത്തിൽ ഉടലെടുത്തത്, ആ ജീവൻ്റെ തുടിപ്പ് അവൾക്ക് അവളുടെ ശരീരത്തിൽ അറിയാം. എന്നാൽ ആദ്യമായി പരിശുദ്ധാത്മാവിൻ്റെ ഈ സന്ദേശം അത് സത്യമാണ് എന്ന് രണ്ടാമതൊരാളായി നിന്ന് വിശ്വസിക്കുന്നത് ജോസഫാണ്. അതുകൊണ്ട് തന്നെ വേണമെങ്കിൽ ക്രിസ്തുവിൽ വിശ്വസിച്ച ആദ്യത്തെ അപരൻ ജോസഫാണ്. സഭയുടെ വിശ്വാസത്തിൻ്റെ തുടക്കം അവിടെയാണ്. സഭയുടെ അടിസ്ഥാന വിശ്വാസ പ്രമാണങ്ങളിൽ 2 കന്യകാജനനം, കല്ലറയിൽ നിന്നുള്ള ഉയർപ്പ്, ദ വോംബ് ആൻഡ് ദ ടോംബ്. കന്യകയുടെ ഗർഭപാത്രവും കല്ലറയിൽ നിന്നുള്ള പുറത്തുവരവും, കല്ലറയിലെ ഗർഭപാത്രവും. നമ്മുടെ വിശ്വാസ പ്രമാണത്തിൽ അത്
കൃത്യമായി പറഞ്ഞു വച്ചിട്ടുണ്ട്. ദ വിർജിൻ ബർത്ത് ആൻഡ് ദ എംപ്റ്റി ടോംബ്. ഇതിനെക്കുറിച്ചുള്ള ഏറ്റവും സുന്ദരമായ വ്യാഖ്യാനവും പരിശുദ്ധനായ മാർത്തോമാ ശ്ലീഹായുടെ എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമേ എന്നുള്ള പ്രസിദ്ധമായ അഭിസംബോധനയുമായി ചേർത്താണ് സഭാപിതാക്കന്മാർ വ്യാഖ്യാനിച്ചിട്ടുള്ളത്. നമുക്കറിവുള്ളതുപോലെ അടയ്ക്കപ്പെട്ട വാതിലിനുള്ളിലേക്ക് രണ്ടാം പ്രാവശ്യം യേശു തമ്പുരാൻ പ്രവേശിക്കുന്നത് പരിശുദ്ധനായ മാർത്തോമാ ശ്ലീഹ ആദ്യത്തെ പ്രാവശ്യം അവിടെ ഇല്ലാതിരുന്നത് കൊണ്ടാണ്, അവരുടെ വിശ്വാസത്തിൻ്റെ സ്ഥിരീകരണത്തിന് വേണ്ടിയാണ് എന്ന് സുവിശേഷത്തിൽ നാം വായിക്കുന്നു. വളരെയധികം തർക്കവിതർക്കങ്ങൾ ഉണ്ടായിട്ടുള്ള ഒരു വേദഭാഗവും വ്യാഖ്യാനവുമാണ് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായത്തിലേത്. കർത്താവിൻ്റെ ഉത്ഥാനത്തിന് ശേഷം താൻ ആദ്യമായി ശിഷ്യന്മാരുടെ സമീപമെത്തുമ്പോൾ അടയ്ക്കപ്പെട്ട വാതിലിനുള്ളിൽ ഒളിച്ചിരുന്ന ആ ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ തോമാസ് ശ്ലീഹ ഇല്ല. രണ്ടാം പ്രാവശ്യം തോമാസ് ശ്ലീഹ അവിടെ ഉൾപ്പെടുന്ന സമയത്ത് യേശു അവിടെ ആഗതനാവുന്നു. ഈ വേദഭാഗത്തെക്കുറിച്ച് ദുർവ്യാഖ്യാനം ചെയ്ത് ഒരു പരിധിയോളം ഒരുപക്ഷെ മനഃപൂർവം സുറിയാനി സാഹിത്യത്തിലുള്ള അവഗാഹം മറച്ചു പിടിച്ചുകൊണ്ട് കേവലം തർക്കങ്ങൾക്ക് വേണ്ടി പരിശുദ്ധനായ മാർത്തോമാ ശ്ലീഹായുടെ പൗരോഹിത്യ അധികാരത്തെ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ സഭാചരിത്രത്തിൽ ഉണ്ടായിട്ടുള്ള നിർഭാഗ്യകരമായ ഇടപെടലുകളെക്കുറിച്ച് നിങ്ങൾക്ക് ബോധ്യമുള്ളതാണ്. വീണ്ടും പറയട്ടെ, ഒരുപക്ഷെ സുറിയാനി സഭാ സാഹിത്യത്തിലുള്ള അവഗാഹം മറച്ചുവെച്ചതാവണം, അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളോടുള്ള താല്പര്യക്കുറവാകണം അത്തരമൊരു ദുർവ്യാഖ്യാനത്തിന് നിദാനമായിരിക്കുന്നത്. കാരണം വളരെ വ്യക്തമായി എന്തുകൊണ്ടാണ് അടയ്ക്കപ്പെട്ട വാതിലിനുള്ളിലേക്ക് യേശു തമ്പുരാൻ രണ്ടാം വട്ടവും പ്രവേശിച്ചത് എന്ന് നമ്മുടെ ആരാധനാ സാഹിത്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിങ്ങനെയാണ്: സശരീരനായിരിക്കെ താൻ അടയ്ക്കപ്പെട്ട വാതിലിനുള്ളിലേക്ക് പ്രവേശിച്ചു, നിങ്ങൾക്ക് സമാധാനമെന്ന് ശിഷ്യന്മാരോട് പറഞ്ഞു. ശരീരത്തോടുകൂടി അവൻ അടയ്ക്കപ്പെട്ട വാതിലിനുള്ളിലേക്ക് പ്രവേശിച്ചത് രണ്ട് കാര്യങ്ങളെ സൂചിപ്പിക്കാനായിട്ടാണ്. ആ രണ്ട് കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ തൊട്ട് മുന്നമേ പറഞ്ഞത്, ദ വോംബ് ആൻഡ് ദ ടോംബ്. ആ സദറ പ്രാർത്ഥനയിൽ ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്: സശരീരനായിരിക്കെ അവൻ അടയ്ക്കപ്പെട്ട വാതിലിനുള്ളിലേക്ക് പ്രവേശിച്ചത് രണ്ട് കാര്യങ്ങളെയൊക്കെ ദൃഷ്ടാന്തമായിട്ടാണ്. അങ്ങനെ തന്നെ അവൻ കന്യകയുടെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വന്നു. മുദ്രയിടപ്പെട്ട ഗർഭപാത്രത്തിൽ നിന്ന് അവൻ പുറത്തു വന്നു. അങ്ങനെ തന്നെ മുദ്രയിടപ്പെട്ട കല്ലറയിൽ നിന്ന് അവൻ ശരീരത്തോടുകൂടി പുറത്തു വന്നു. ദ വിർജിൻ ബർത്ത് ആൻഡ് ദ എംപ്റ്റി ടോംബ്. ഈ രണ്ട് വിശ്വാസ സംഹിതകളെ ഉറപ്പിക്കാനായിട്ടാണ് പരിശുദ്ധ മാർത്തോമാ ശ്ലീഹായുടെ അസാന്നിധ്യം നിദാനമായത് എന്ന സഭയുടെ ആരാധനാ സാഹിത്യത്തിൽ നമ്മളെ പഠിപ്പിക്കുന്നു. ഇവിടെ കന്യകാജനനം, ആ ആരാധന പ്രാർത്ഥനകളൊക്കെ എഴുതുന്ന ഒരു കാലഘട്ടം വ്യത്യസ്തങ്ങളായ വേദവിപരീതങ്ങളുടെ കാലഘട്ടമാണ്. പ്രത്യേകിച്ചും യഹൂദ മതത്തിൽ തന്നെ കന്യകാജനനം എന്ന് പറയുന്ന ക്രൈസ്തവ സഭയുടെ അടിസ്ഥാന വിശ്വാസത്തെ തുച്ഛീകരിക്കാനുള്ള പലവിധ ശ്രമങ്ങൾ നടന്നിട്ടുണ്ട്. ദ ഓർത്തഡോക്സ് വെനറേഷൻ ഓഫ് ദ ബർത്ത് ഗീവർ ഓഫ് ഗോഡ് എന്ന പേരിൽ ഒരു പുസ്തകമുണ്ട് റഷ്യൻ ഓർത്തഡോക്സ് സഭാ പശ്ചാത്തലത്തിൽ. അതിൽ വളരെ വ്യക്തമായി പരിശുദ്ധ കന്യകമറിയാം അമ്മ തൻ്റെ ജീവിതകാലത്തും പിൽക്കാലത്തും ഏറ്റുവാങ്ങിയിട്ടുള്ള അപമാനങ്ങളുടെ പട്ടിക കൊടുത്തിട്ടുണ്ട്. അതിൽ തൻ്റെ ജീവകാലത്ത് ഏറ്റിട്ടുള്ള അപമാനങ്ങൾ ജോസഫിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് സുവിശേഷത്തിൽ തന്നെ പറയുന്നുണ്ട്. അവൾക്ക് ലോകാപവാദമുണ്ടാവാനുള്ള സാധ്യതയുണ്ടായിരുന്നു. ആ അപവാദം അവളുടെ മരണശേഷവും തുടർന്നിട്ടുണ്ട്. മാക്സ് മുള്ളറിൻ്റെ ആത്മകഥയിൽ പറയും, യഹൂദന്മാർ മരിക്കുമ്പോൾ 3 കല്ലുകൾ അവരുടെ ശവപ്പെട്ടിക്കുള്ളിൽ വയ്ക്കും. എന്തിനെന്നറിയാമോ? പരലോകത്തെത്തുമ്പോൾ ഒന്ന് മറിയത്തിനെ എറിയാൻ, ഒന്ന് ജോസഫിനെ എറിയാൻ,
ഒന്ന് ക്രിസ്തുവിനെ അറിയാൻ. അത്രമേൽ കന്യകാ ജനനമെന്ന് പറയുന്ന ക്രൈസ്തവ സഭയുടെ അടിസ്ഥാന വിശ്വാസത്തെ അപഹസിക്കാനുള്ള ശ്രമങ്ങൾ യഹൂദ മതബോധത്തിലുണ്ടായിരുന്നു. അത് പിന്നീട് സെപ്റ്റുവജിൻ്റ് എഴുതുന്ന കാലത്ത് എബ്രായ ഭാഷയിൽ നിന്ന് ഗ്രീക്ക് ഭാഷയിലേക്ക് പഴയ നിയമം തർജ്ജമ ചെയ്യപ്പെടുന്ന കാലത്ത് യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിലെ പ്രവചനം, കന്യക ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കുമെന്ന ആ പ്രവചനത്തിലെ കന്യക എന്ന വാക്കിന് പകരം എ യങ് വുമൺ വിൽ കൺസീവ്, യുവതി ഗർഭം ധരിച്ചു എന്നവർ തിരുത്തുന്നതായി സഭാചരിത്രത്തിൽ നാം വായിക്കുന്നുണ്ട്. ഇത്തരത്തിൽ കന്യകാ ജനനമെന്ന അടിസ്ഥാന വിശ്വാസത്തെ തുച്ഛീകരിക്കാനുള്ള പലവിധ പരിശ്രമങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആ കാലഘട്ടത്തിൽ ഈ പ്രമ്യൂൻ സദറ രേഖപ്പെടുത്തുമ്പോൾ സശരീരനായിരിക്കെ താൻ അടയ്ക്കപ്പെട്ട വാതിലിനുള്ളിലേക്ക് പ്രവേശിച്ചു എന്ന് പറയുന്നത് കന്യകാ ജനനത്തിൻ്റെ ഉറപ്പാണ്. നമ്മൾ നമ്മുടെ നമസ്കാര പുസ്തകങ്ങളിൽ പാടുന്നത് പോലെ ഉത്തമഗീതത്തിൽ ശലോമോൻ എഴുതിയതായും യെഹെസ്കേൽ തൻ്റെ പ്രവചനത്തിൽ എഴുതിയതായും അടയ്ക്കപ്പെട്ട വാതിൽ, അടയ്ക്കപ്പെട്ട തോട്ടം, ഉറവ എന്നൊക്കെയുള്ള ഉപമാനങ്ങൾ നിരവധിയായി കന്യകാമറിയത്തിൻ്റെ ഈ പറയുന്ന കന്യാവ്രത പരിപാലനയും അതിൽ നിന്നുളവായ ക്രിസ്തുവിൻ്റെ ഉരുവാകലിനെയും കുറിച്ച് സഭാപാരമ്പര്യത്തിൽ അനേകമായി നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഈ കന്യകാ ജനനത്തിൽ ആദ്യമായി വിശ്വസിക്കുന്ന ആളാണ് ജോസഫ്. അതിനോടൊപ്പം തന്നെ കല്ലറയിൽ നിന്നുള്ള ജനനത്തെ എങ്ങനെയാണ് അപഹസിക്കാൻ ശ്രമിച്ചത് എന്നും കൂടി ഒന്ന് ചെറുതായി ഓർത്തിരിക്കുക. അത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൻ്റെ അവസാനത്തെ ഭാഗത്ത് അറിയിപ്പിൻ്റെ ശനിയാഴ്ച ഏവങ്കേലിയോനിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അവരെങ്ങനെയാണ് ശിഷ്യന്മാർ അവിടെയുള്ള പട്ടാളക്കാർക്ക് പണം കൊടുത്ത് അവൻ്റെ ശരീരം കല്ലറയിൽ നിന്ന് മോഷ്ടിച്ചു കൊണ്ടുപോയി എന്നൊരു കഥ യഹൂദന്മാരുടെ ഇടയിൽ പ്രചാരത്തിലിരുന്നു എന്ന് സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇങ്ങനെ വ്യത്യസ്തങ്ങളായ കഥകൾ മെനഞ്ഞുകൊണ്ടാണ് സഭയുടെ അടിസ്ഥാന വിശ്വാസത്തെ തുച്ഛീകരിക്കാനുള്ള പരിശ്രമങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ഈ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് കന്യകാജനനം, വിർജിൻ ബർത്ത് എന്ന് പറയുന്ന നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനപരമായ ധാരണകളിലൊന്നിനെ ജോസഫ് എങ്ങനെയാണ് സംരക്ഷിച്ചത്. അദ്ദേഹത്തിൻ്റെ പ്രാധാന്യം അത്രമാത്രം വലുതാണ് എന്നുള്ളത് നമ്മൾ വിസ്മരിക്കരുത്. ഇവിടെ കേവലം സ്വപ്നങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഈ വിശ്വാസം സംരക്ഷിക്കുന്നത്. ഈ സ്വപ്നവും വിശ്വാസവുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ? ഉണ്ട്. വിശ്വാസികളുടെ പിതാവ് എന്ന് നാം വിശേഷിപ്പിക്കുന്നത് ആരെയാണ്? അബ്രഹാമിനെയാണ്. അബ്രഹാമും സ്വപ്നവുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ? ഉണ്ട്. അയാളൊരു സ്വപ്നത്തിൻ്റെ പിന്നാലെ സഞ്ചരിച്ചയാളാണ്. ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് നീ നിന്റെ പിതൃഭവനത്തെയും ചാർച്ചക്കാരെയും വിട്ട് പുറപ്പെട്ടു പോക എന്നൊരൊറ്റ ദർശനത്തിൻ്റെ പിന്നാലെ തനിക്ക് അപരിചിതമായ മേഖലകളിലേക്ക്, താൻ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത ആളുകളിലേക്ക്, അപരിചിതമായ ഭാഷയുള്ള ലോകത്തിലേക്ക് ഒക്കെ അയാൾ ഇറങ്ങിപ്പോവുകയാണ്. ഒരു സ്വപ്നത്തിൻ്റെ പിന്നാലെ സഞ്ചരിച്ചയാൾ. അബ്രഹാമിൻ്റെ ദേശാടനത്തെക്കുറിച്ച് സഭാപിതാക്കന്മാർ പറയുന്ന ഒരു വാക്കുണ്ട്. That was an ecstatic movement. That was an ecstatic movement. എന്താണ് ഈ എക്സ്റ്റാറ്റിക് മൂവ്മെൻ്റ് എന്ന് പറഞ്ഞാൽ? എക്സ്റ്റസി എന്ന് കേട്ടിട്ടില്ലേ? എക്സ്റ്റസി എന്ന് പറഞ്ഞാൽ എന്താ? ഉന്മാദം, ഭ്രാന്ത്, നൊസ്, കിറുക്ക്, വട്ട്, എങ്ങനെ ഉണ്ടെങ്കിലും വിളിക്കാം. എക്സ്റ്റാറ്റിക്, ഔട്ട് ഓഫ് നോർമൽ സ്റ്റേറ്റ് ഓഫ് ബീയിങ്. സാധാരണ നമ്മൾ വിചാരിക്കുന്ന നോർമൽ ലൈഫിന് അതീതമായ ഒരു സഞ്ചാരം. നിങ്ങൾക്ക് കുറച്ചുകൂടി ലളിതമായി മനസ്സിലാവുന്ന ഒരു ദൃഷ്ടാന്തം പറയാം. നമ്മൾ നോർമൽ ലൈഫ് എന്ന് വിശേഷിപ്പിക്കുന്നത് സാധാരണ എന്താണ്? നിങ്ങൾക്ക് കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായി. നിങ്ങളുടെ ആദ്യത്തെ ആഗ്രഹം എന്താണ്? അവർ നന്നായിട്ട് പഠിക്കണം, വലിയ ഉഴപ്പൊന്നും ഉണ്ടാവാതെ
പഠനമൊക്കെ പൂർത്തിയാകണം. പഠനമൊക്കെ പൂർത്തിയായി കഴിഞ്ഞാൽ പിന്നെ നോർമലി നമ്മൾ ആഗ്രഹിക്കുന്നത് എന്താണ്? അവർക്കൊരു ജോലി കിട്ടണം. ജോലി കിട്ടിയ കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ആഗ്രഹം എന്താണ്? ഒരു നല്ല ചെറുക്കനെയോ പെൺകുട്ടിയോ കിട്ടണം. ഇതാണ് നോർമൽ ലൈഫ് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇപ്പോൾ അബ്നോർമലായിട്ട് എത്ര പേരുണ്ട്? ഞങ്ങൾ 1-2 പേരൊക്കെ ഇവിടെ ഉള്ളൂ ഇല്ലേ? നോർമലി പഠിച്ച് ജോലിയൊക്കെ കിട്ടി കല്യാണം കഴിക്കണം. ഞാൻ നോർമലാണോ? നിങ്ങൾക്ക് മനസ്സിലാവാൻ പറഞ്ഞതാണ്. നോർമൽ എന്ന് നമ്മൾ വിചാരിക്കുന്ന അബ്രഹാം പിതാവ് യുക്തിപൂർവം റാഷണലായിട്ട് ചിന്തിച്ചിരുന്നെങ്കിൽ ഈ സ്വപ്നം അദ്ദേഹത്തിന് ലഭിക്കുമ്പോൾ അദ്ദേഹത്തിന് വേണമെങ്കിൽ 1-2 ചോദ്യം ചോദിക്കാം. എങ്ങോട്ടാണ് പോകണ്ടേ? എത്ര ദൂരം പോകേണ്ടി വരും? അവിടെ നമ്മുടെ പരിചയക്കാർ വല്ലതും ഉള്ള സ്ഥലമാണോ? ഇപ്പം നമ്മുടെ കുഞ്ഞുങ്ങൾ തന്നെ ഒരു വിദേശത്തേക്ക് ഒരു യാത്രയ്ക്ക് പോകുന്ന സമയത്ത് നമ്മൾ എന്തെല്ലാം അന്വേഷണങ്ങൾ നടത്തിയിട്ടാണ് അവരെ വിടുന്നത്. ഇതേ ഒരു അന്വേഷണം ഇല്ലാതെ പോവുകയാണ്. വിശ്വാസികളുടെ പിതാവ് എന്ന് പറയുന്ന ഈ മനുഷ്യൻ്റെ എടുത്തുചാട്ടം, അതാണ് വിശ്വാസം. അതുകൊണ്ടാണ് പിതാക്കന്മാർ പറയുന്നത്, ഈ കുഞ്ഞുങ്ങൾ ആദ്യം ചോദിക്കുന്ന ഒരു ചോദ്യത്തെക്കുറിച്ച് ഞാൻ നിങ്ങളോട് പറഞ്ഞു. ഈസ് ഫെയ്ത്ത് ഈസ് റാഷണൽ. 2-3 വയസ്സിൽ ചോദിക്കാത്ത ചോദ്യം, അപ്പൻ്റെ കയ്യിലുള്ള അവൻ്റെ വിശ്വാസം 14-15 വയസ്സുള്ളപ്പോൾ അവൻ ചോദിക്കുന്ന ചോദ്യം, ഇത് റാഷണലാണോ? അങ്ങനെ റാഷണൽ അല്ലെങ്കിൽ ഇത് ഇറാഷണൽ അല്ലേ, യുക്തിഹീനമല്ലേ എന്ന് ചോദിക്കുമ്പോൾ വിശ്വാസികളുടെ പിതാവായ അബ്രഹാം മുതൽ നീതിമാനായ ജോസഫ് എന്ന പുരുഷൻ വരെ നമ്മളോട് പറയുന്നു, ഫെയ്ത്ത് ഈസ് ബിയോണ്ട് റാഷണൽ. ഇത് യുക്തിക്കതീതമായ ഒരു സഞ്ചാരമാണ്. മാനുഷികമായ യുക്തിയെയും ബുദ്ധിയെയും അതിലംഘിക്കുന്ന ഒരു എടുത്തുചാട്ടമാണ്. ദൈവത്തെങ്കിലേക്കുള്ള ഒരു അൺകണ്ടീഷണൽ ട്രസ്റ്റാണ്. ഇത് മുതിർന്നു വരുമ്പോൾ നമുക്ക് നഷ്ടപ്പെട്ടു വരുന്നുണ്ട്. ആത്മീയ ജീവിതത്തിലും ഭൗതിക ജീവിതത്തിലും നമ്മൾ നമ്മളിൽ തന്നെ ആശ്രയിച്ചു തുടങ്ങുന്ന സമയത്തൊക്കെ നമ്മളിൽ ഏറ്റവും കുറഞ്ഞു വരുന്നത് ഈ ദൈവാശ്രയമാണ്. വിശ്വാസത്തെക്കുറിച്ച് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ പഠിപ്പിക്കുന്ന ഒരു സുന്ദരമായ പാഠമുണ്ട്. മറ്റ് സമവീക്ഷണ സുവിശേഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി യോഹന്നാൻ്റെ സുവിശേഷത്തിന് ചില പ്രത്യേകതകളുണ്ട് എന്ന് നിങ്ങളിൽ പലർക്കും അറിയാം. യോഹന്നാൻ്റെ സുവിശേഷം മറ്റ് സുവിശേഷങ്ങൾ പോലെ ക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരത്തെക്കുറിച്ച് വലിയ കഥനങ്ങളൊന്നും നടത്തിയിട്ടില്ല. വലിയ അലങ്കാരങ്ങളോ അത്ഭുത വൃത്താന്തങ്ങളോ ഒന്നും ആലേഖനം ചെയ്തിട്ടില്ല. ആദിയിൽ വചനമുണ്ടായിരുന്നു എന്ന് പറഞ്ഞതിങ്ങനെ തുടങ്ങി വചനം ജഡമായി തീർന്നു എന്ന് പറഞ്ഞാണ് മനുഷ്യാവതാരത്തെക്കുറിച്ച് പറയുന്നത്. എന്നാൽ യേശുക്രിസ്തു ദൈവപുത്രനായിരുന്നു. മർക്കോസിൻ്റെ സുവിശേഷം, ആദ്യത്തെ സുവിശേഷം ആരംഭിക്കുന്നത് തന്നെ ദൈവപുത്രനായ യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം എന്ന് പറഞ്ഞ് ആ സൺ ഓഫ് ഗോഡ് എന്ന് പറയുന്ന ക്രിസ്തുവിൻ്റെ ടൈറ്റിലിനെ ഊന്നി പറയാനായിട്ടുള്ള ശ്രമത്തോടു കൂടിയാണ്. യോഹന്നാൻ്റെ സുവിശേഷം യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തെക്കുറിച്ച് സൂചിപ്പിക്കാനായി 2 വ്യത്യസ്തങ്ങളായ മാർഗങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് എന്ന് നമ്മൾക്കറിയാം. അതിലൊന്ന് 7 സേയിങ്സും 2 7 അയാംസുമാണെന്ന് ചില ആളുകളെങ്കിലും പഠിച്ചിട്ടുണ്ട്. 7 സേയിങ്സ്, 7 പ്രസ്താവനകൾ. ഞാൻ വഴിയും സത്യവും ജീവനുമാകുന്നു, ഞാൻ ജീവൻ്റെ അപ്പമാകുന്നു, ഞാൻ നല്ല ഇടയനാകുന്നു, ഞാൻ വാതിലാകുന്നു എന്നിങ്ങനെ അയാം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇന്നതാകുന്നു, അയാം വാട്ട് അയാം എന്നുള്ള പഴയ നിയമത്തിലെ ആ വാക്കിനെ പൂരിപ്പിച്ചുകൊണ്ട് 7 പ്രസ്താവനകൾ യേശുവിൻ്റെ ദൈവത്വത്തിൻ്റെ ആധികാരികതയെ സൂചിപ്പിക്കാൻ പറയുന്നുണ്ട്. രണ്ടാമത് 7 സൈൻസ് ആണ്, 7 അടയാളങ്ങൾ. അതിലൊന്നാമത്തേത് കാനാവിലെ കല്യാണവും അവസാനത്തേത് ബഥനിയിലെ ലാസറിൻ്റെ ഉയർപ്പുമാണ്. അതിനിടയിൽ 5 എണ്ണമുണ്ട്, നിങ്ങൾ കണ്ടുപിടിച്ചുകൊള്ളുക. ഈ 7 അടയാളങ്ങളിൽ ഒന്നാമത്തേതും അവസാനത്തേതും
വിശ്വാസ ജീവിതവുമായി ബന്ധപ്പെടുത്തിയ ഒരു വായന സഭാ പാരമ്പര്യത്തിലുണ്ട്. കാനാവിലെ കല്യാണ വീട്ടിലെ സംഭവങ്ങളൊക്കെ നമുക്കറിയാം. അവർക്ക് വീഞ്ഞില്ല എന്ന് അമ്മ പറഞ്ഞു. ശിഷ്യന്മാർ, ഭൃത്യന്മാർ യേശു പറഞ്ഞതുപോലെ വെള്ളം നിറയ്ക്കുന്നു. വെള്ളം വീഞ്ഞായിത്തീരുന്നു. വലിയൊരു അത്ഭുതം അവിടെ സംഭവിക്കുന്നു. ഈ ഒരു വലിയ മഹാത്ഭുതം അവിടെ സംഭവിച്ചു കഴിയുമ്പോൾ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്, ആ അത്ഭുതം കണ്ടതുകൊണ്ട് ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു എന്നാണ്. ഈ 7 അടയാളങ്ങളും നമ്മുടെ വിശ്വാസ ജീവിതത്തിൻ്റെ 1-ാം പടവ് മുതൽ 7-ാം പടവ് വരെയാണ് എന്ന് നമ്മൾ വിശ്വസിച്ചുകൊണ്ട് വായിക്കുകയാണെങ്കിൽ, നമ്മുടെയൊക്കെ വിശ്വാസ ജീവിതത്തിൻ്റെ ആദ്യത്തെ പടവിലാണ് വിശ്വാസത്തിൻ്റെ ആധാരമായി അത്ഭുതം നിലനിൽക്കുന്നത്. ഇന്നിപ്പോൾ നമ്മൾക്ക് എവിടെയെങ്കിലുമൊക്കെ ആൾ കൂടുന്നത് അത്ഭുതങ്ങളെ ആശ്രയിച്ചിട്ടാണ്. അവിടെ പോയാൽ അത്ഭുതമുണ്ട്, ഇവിടെ പോയാൽ അത്ഭുതമുണ്ട് എന്ന് പറഞ്ഞിട്ടാണ്. തെറ്റില്ല. പക്ഷേ അത് വിശ്വാസത്തിൻ്റെ ആദ്യത്തെ പടിയാണ്. അത്ഭുതം വിശ്വാസത്തിൻ്റെ ആധാരമാവുന്നത്. ഇത് അവസാനത്തെ 7-ാം പടിയിലെത്തുമ്പോൾ, ബഥനിയിലെ ലാസർ മരിച്ചു. തൻ്റെ ആത്മമിത്രമായ ലാസറിൻ്റെ വിയോഗ വൃത്താന്തമറിഞ്ഞ് യേശു അവിടെ എത്തുന്നു. മാർത്ത കണ്ണുനീർ വാർത്ത് അവൻ്റെ സമീപമെത്തുകയാണ്. അപ്പോൾ അവൻ പറയുന്ന വാക്കെന്താണ്? വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. നേരെ തകിടമറിഞ്ഞു. വിശ്വാസ ജീവിതത്തിൻ്റെ 1-ാം പടിയിൽ അത്ഭുതമാണ് വിശ്വാസത്തിൻ്റെ ആധാരമെങ്കിൽ, വിശ്വാസ ജീവിതത്തിൻ്റെ ഏറ്റവും ഉയർന്ന പടിയിൽ വിശ്വാസമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ആധാരമായി നിലകൊള്ളുന്നത്. അവിടെ കഷ്ടതയോ സങ്കടമോ പട്ടിണിയോ നഗ്നതയോ വാളോ ഇപ്പോഴുള്ളതോ വരുവാനുള്ളതോ ഉയരത്തിലുള്ളതോ ആഴത്തിലുള്ളതോ മറ്റ് യാതൊന്നിനോ ക്രിസ്തുയേശുവിനോടുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിപ്പാൻ കഴിയുന്നതല്ല. ഇതാണ് വിശ്വാസം. ഈ ഒരു ആഴത്തിലേക്ക് എത്തിച്ചേർന്ന ഒരു മനുഷ്യനാണ് ജോസഫ്. എങ്ങനെ? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി. ജോസഫ് യേശുവിൽ വിശ്വസിക്കുമ്പോൾ, യേശു മറിയത്തിൻ്റെ ഗർഭപാത്രത്തിൻ്റെ ഉള്ളിലാണ്. ജോസഫ് യേശുവിൽ വിശ്വസിക്കുമ്പോൾ, യേശു മറിയത്തിൻ്റെ മുലപ്പാൽ നുകരുന്ന ഒരു കുഞ്ഞാണ്. ജോസഫ് യേശുവിൽ വിശ്വസിക്കുമ്പോൾ, യേശു തൻ്റെ ഇളംവിരൽ തുമ്പിൽ പിടിച്ചു നടക്കുന്ന ഒരു പിഞ്ചു പൈതലാണ്. പിച്ച വെച്ച് നടക്കുന്ന ഒരു കുഞ്ഞാണ്. അന്ന് യേശു അത്ഭുതം കാട്ടുന്നില്ല. അന്ന് യേശു സുവിശേഷ പ്രഭാഷണം നടത്തുന്നില്ല. എന്നാൽ പിന്നീട് 30 വർഷങ്ങൾക്ക് ശേഷം അവൻ ഗലീലായുടെ തെരുവോരങ്ങളിലൂടെ അത്ഭുതങ്ങൾ കാട്ടി, അപ്പം നൽകി, കഥകൾ പറഞ്ഞ്, സൗഖ്യം നൽകി നടക്കുമ്പോൾ അവൻ്റെ ശിഷ്യന്മാർ അവൻ്റെ കൂടെയുണ്ട്. അവനിൽ നിന്ന് കേട്ട് പഠിച്ച് അവൻ ചെയ്യുന്നതിന് ദൃക്സാക്ഷികളായി അവനോടൊപ്പം നടക്കുന്ന ഈ ശിഷ്യന്മാരിൽ ആരെങ്കിലും കുരിശോളം അവൻ്റെ ഒപ്പം എത്തുന്നുണ്ടോ? ആരുടെ വിശ്വാസമാണ് വലുത്? ആരുടെ വിശ്വാസമാണ് വലുത്? ജോസഫിൻ്റെ വിശ്വാസമാണോ? ഈ ശിഷ്യന്മാരുടെ വിശ്വാസമാണോ? സഭാപിതാക്കന്മാർ ഉന്നയിക്കുന്ന വളരെ പ്രസക്തമായൊരു ചോദ്യമാണ്. എല്ലാം പഠിച്ചുവെന്ന് കരുതുന്ന ശിഷ്യന്മാരെ എത്രയോ വട്ടം അവന് ശാസിക്കുന്നുണ്ട്, അല്പവിശ്വാസി എന്നൊക്കെ വിളിച്ചിട്ട്. അതുകൊണ്ട് ഈ ഒരു പശ്ചാത്തലത്തിൽ വിശ്വാസം യുക്തിപരമായി നിലനിൽക്കുന്ന ഒന്നല്ല എന്ന് ഈ കാലം നമ്മളോട് സംവദിക്കാൻ ശ്രമിക്കുമ്പോൾ, സഭയുടെ അടിസ്ഥാന വിശ്വാസങ്ങളിലൊന്നായ കന്യകാജനനം, ദ വിർജിൻ ബർത്ത് എന്ന അടിസ്ഥാന വിശ്വാസത്തെ പരിപാലിച്ച ജോസഫ് എന്ന നീതിമാനായ പുരുഷൻ്റെ
നിഷ്കളങ്കമായ നിരുപാധികമായ ദൈവാശ്രയം. താൻ ഒരിക്കലും അങ്ങനെ ഒരു പ്രതിസന്ധി ഉണ്ടായപ്പോൾ മനുഷ്യരോടല്ല ആലോചന കഴിച്ചത്. ഈ സ്വപ്നമെന്ന് പറയുന്നത് കേവലം ഉറക്കത്തിൽ കാണുന്ന ഒന്നായി നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട. ഇത് ദൈവത്തോടുള്ള ആലോചനയാണ്. ജീവിതത്തിൽ, വിശ്വാസ ജീവിതത്തിൽ പ്രതിസന്ധികളുണ്ടാവും. ആ പ്രതിസന്ധികൾ ഉണ്ടാവുന്ന സമയത്ത് ദൈവത്തോടാണ് ആലോചന കഴിക്കേണ്ടത്. ശീമോൻ പത്രോസ് യേശുവിനോട് പറയുന്നു, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ മശിഹായാകുന്നു. നിങ്ങൾ എന്നെക്കുറിച്ച് ആര് എന്ന് പറയുന്നു എന്ന ചോദ്യത്തിന് ഉത്തരമായി ശീമോൻ പത്രോസ് ഇപ്രകാരം ഒരു മറുപടി നൽകുമ്പോൾ യേശു അവനോട് പറയുന്നു, ബെറിയോന ശീമോനെ, ജഡരക്തങ്ങളല്ല നിനക്കിത് വെളിപ്പെടുത്തിയത്. പരിശുദ്ധനായ പൗലോസ് അപ്പോസ്തലൻ അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, ഞാൻ ജഡരക്തങ്ങളോട് ആലോചന കഴിച്ചില്ല. അവൻ്റെ പിന്നാലെ പോകുമ്പോൾ ഞാൻ ജഡരക്തങ്ങളോട് ആലോചന കഴിച്ചില്ല. ഇവിടെ നീതിമാനായ ജോസഫ് തൻ്റെ വിശ്വാസത്തെക്കുറിച്ച്, തൻ്റെ സന്ദേഹത്തെക്കുറിച്ച് ജഡരക്തങ്ങളോട് ആലോചന കഴിച്ചില്ല. ദൈവം അയാൾക്ക് ഉത്തരം കൊടുത്തു. നമ്മുടെ ജീവിതത്തിലും ദൈവം ഉത്തരം തരുന്ന ഒരിടമുണ്ട്, പ്രാർത്ഥന. നമ്മളിന്ന് അറിഞ്ഞോ അറിയാതെയോ വിസ്മരിച്ചു പോകുന്ന ആ ഒരു പ്രതലത്തിലേക്കൊരു മടങ്ങിവരവ്, പ്രാർത്ഥനയുടെ പ്രതലത്തിലേക്കൊരു മടങ്ങിവരവ്, അതുമാത്രമായിരിക്കും നമ്മുടെ വിശ്വാസ ജീവിതത്തെ ഉറപ്പിക്കുക. നമ്മുടെ വിശ്വാസ ജീവിതം നമ്മുടെ ബുദ്ധിക്കും യുക്തിക്കും അതീതമാണ് എന്നുള്ള വിവേകത്തോടു കൂടി ദൈവത്തെ നാം സമീപിക്കുന്ന നാളുകളിലാണ് ദൈവം നമുക്ക് ആലോചന പറഞ്ഞു തരിക. ഇല്ലെങ്കിൽ ദൈവം പറയും, നിനക്ക് ബുദ്ധിയുണ്ടല്ലോ, നീ തന്നെ ആലോചിച്ചോളുക. ആ പ്രതിസന്ധിക്ക് എന്താണ് പരിഹാരമെന്ന് നീ തന്നെ ആലോചിച്ചുകൊള്ളുക. നിനക്ക് കൂട്ടുകാരുണ്ടല്ലോ, നീ തന്നെ അവരോട് ആലോചന കഴിച്ചുകൊള്ളുക. നമുക്കൊരു ചെറിയ കഥ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഈ കഥ എല്ലാ ക്രിസ്മസ് കാലത്തും മനസ്സിൽ വരുന്നതാണ്. വളരെ പ്രസിദ്ധമായ ഈ കഥ നിങ്ങൾ പലർക്കും അറിവുള്ളതുമായിരിക്കും. ഈ ക്രിസ്മസ് കാലത്ത് എനിക്ക് ഏറ്റവും ആനന്ദകരമായ ഒരനുഭവം ഉണ്ടായത് കോതമംഗലത്ത് വെച്ചാണ്. കോതമംഗലം സാന്ത്വനം സ്പെഷ്യൽ സ്കൂളിൻ്റെ ക്രിസ്മസ് ആഘോഷത്തിൽ പങ്കെടുക്കാൻ പോയി. 106ഓളം കുട്ടികൾ, നമ്മൾ പറയുന്നത് പോലെ ബുദ്ധിക്ക് നോർമലായ വളർച്ചയെത്താത്ത കുട്ടികളാണ് അവിടെ ഉള്ളത്. അവരവിടെ ഒരു ക്രിസ്മസ് കിറ്റോടുകൂടിയാണ് അവരുടെ ക്രിസ്മസ് ആഘോഷം ആരംഭിച്ചത്. മാലാഹ വരുന്നു, മറിയമും ജോസഫും നിൽക്കുന്നു. ആട്ടിടയന്മാർ ചാക്കുശീലയൊക്കെ ധരിച്ച്, അക്ഷരാർത്ഥത്തിൽ ചാക്കുശീലയൊക്കെ ധരിച്ച് 3 പേരിങ്ങനെ നിലത്ത് കിടക്കുന്നു. നാടകം ഇങ്ങനെ പുരോഗമിക്കുമ്പോൾ താഴെ ഇരിക്കുന്ന എല്ലാവർക്കും ഒരു ഇത്തിരി ടെൻഷനുണ്ട്. എന്താണെന്നറിയുമോ? കൃത്യസമയത്ത് മാലാഹയുടെ സന്ദേശം കേൾക്കുമ്പോൾ ഈ ആട്ടിടയന്മാർ എഴുന്നേക്കുമോ? കാരണം നമ്മൾ പറയുന്ന മാതിരി അവർ നോർമലല്ലല്ലോ, ബുദ്ധിക്ക് നോർമലായ വളർച്ചയല്ലല്ലോ അവർക്കുള്ളത്. അപ്പോൾ കൃത്യസമയത്ത് അവർ എഴുന്നേക്കുമോ? നമുക്ക് താഴെ ഇരുന്ന ടെൻഷനുണ്ട്. നമ്മുടെ പ്രാർത്ഥന ഇത് കൃത്യമായിട്ട് മുന്നോട്ട് പോകണമെന്നാണ്. പക്ഷെ നമ്മളെ അതിശയിപ്പിക്കുന്ന രീതിയിൽ ഈ കുഞ്ഞുങ്ങൾ ആ ടൈമിംഗ് ഒക്കെ കറക്റ്റായി ആ ടീച്ചർമാരുടെ പ്രയത്നത്തോടെ ഈ നാടകം പൂർത്തീകരിക്കുന്നുണ്ട്. ആ സമയത്ത് എൻ്റെ മനസ്സിൽ തോന്നിയൊരു കഥയുണ്ട്. അതുതന്നെയാണ് ഞാൻ അവിടെയും പങ്കുവെച്ചത്. വളരെ പ്രസിദ്ധമായൊരു കഥയാണ്, നിങ്ങൾക്കറിയാമായിരിക്കും. റാൾഫ് എന്ന് പറയുന്ന ഒരു ചെറിയ കുട്ടി, ഇതുപോലെ ഒരു സ്പെഷ്യൽ ചൈൽഡാണത്. അവരുടെ സ്കൂളിൽ ഇങ്ങനെ ഒരു ക്രിസ്മസ് സെലിബ്രേഷൻ നടക്കുന്നതിനെക്കുറിച്ചാണ് ആ കഥയിൽ പറയുക. ആ ക്രിസ്മസ് സെലിബ്രേഷൻ ആരംഭിക്കുന്നതും ഇതുപോലെ ഒരു ക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരത്തെക്കുറിച്ചുള്ള സ്കിറ്റ് വെച്ചിട്ടാണ്. അപ്പോൾ സ്കിറ്റ് അഭിനയിക്കാനുള്ള ഓരോ കഥാപാത്രങ്ങളെയും ടീച്ചർമാർ തിരഞ്ഞെടുത്തു. അപ്പോൾ ഏറ്റവും പ്രയാസമുള്ള, ബുദ്ധിപരമായി ചിന്തിക്കാൻ ഏറ്റവും പ്രയാസമുള്ള ഒരു കുട്ടിയാണ് റാൾഫ് ആ കൂട്ടത്തിൽ.
അപ്പോൾ അവന് ഒരു ചെറിയ ഡയലോഗ് മാത്രമുള്ള വേഷമാണ് കൊടുത്തത്. കാരണം അവന് വലിയ ഡയലോഗൊന്നും പറയാനുള്ള ശേഷി ഉണ്ടാവില്ല. അപ്പം അവനുള്ള വേഷം സത്രം സൂക്ഷിപ്പുകാരൻ്റെ വേഷമാണ്. അവനുള്ള ആകെയുള്ള ഒരു സംഭാഷണം ജോസഫിനോടും മറിയത്തോടും പറയണം, നിങ്ങൾക്കിവിടെ സ്ഥലമില്ല. ഇത്രയും പറഞ്ഞാൽ മതി. നാടകം പുരോഗമിച്ചു. ജോസഫും ഗർഭിണിയായ മറിയവും കൂടി ഇങ്ങനെ സത്രം സൂക്ഷിപ്പുകാരൻ്റെ അടുത്ത് വരികയാണ്. അപ്പോൾ ഈ സത്രം സൂക്ഷിക്കുന്ന റാൾഫിൻ്റെ അടുത്ത് ജോസഫ് വന്നിട്ട് പറഞ്ഞു, അല്ലയോ സത്രം സൂക്ഷിപ്പുകാരാ, എൻ്റെ ഭാര്യ പ്രസവിപ്പാൻ കാലമെത്തിയിട്ടുണ്ട്. ഞങ്ങൾക്ക് വേറെ സ്ഥലമൊന്നും കിട്ടിയിട്ടില്ല. ഞങ്ങൾക്കൊരു അല്പം ഇടം തരണം. അപ്പോൾ റാൾഫിൻ്റെ ഡയലോഗ്, നിങ്ങൾക്കിവിടെ സ്ഥലമില്ല. ഇത്രയും പറഞ്ഞാൽ മതി. റാൾഫ് കൃത്യമായിട്ട് ഡയലോഗ് ഡെലിവറി ചെയ്തു. നിങ്ങൾക്കിവിടെ സ്ഥലമില്ല. ടീച്ചർമാർക്ക് ആശ്വാസമായി. അപ്പോൾ ജോസഫ് രണ്ടാമത് ഒന്നും കൂടെ റാൾഫിനോട് ചോദിക്കണം, ഈ സത്രക്കാരനോട് ചോദിക്കുന്നുണ്ട്, അല്ലയോ സത്രം സൂക്ഷിപ്പുകാരാ, ഞങ്ങൾക്ക് വേറെ എങ്ങും സ്ഥലം കിട്ടുന്നില്ല. ഞങ്ങൾക്കൊരു ഇത്തിരി സ്ഥലം തരാമോ? അപ്പോൾ റാൾഫ് ഇതേ ഡയലോഗ് കുറേ കൂടി ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞാൽ മതി. നിങ്ങൾക്കിവിടെ സ്ഥലമില്ല എന്ന് പറഞ്ഞാൽ മതി. പക്ഷേ കുട്ടി മിണ്ടുന്നില്ല. സത്രം സൂക്ഷിപ്പുകാരൻ മിണ്ടുന്നില്ല. അപ്പോൾ ടീച്ചർമാർ കർട്ടൻ്റെ സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ പതിയെ പ്രോംപ്റ്റ് ചെയ്യാൻ തുടങ്ങി. റാൾഫ് ഡയലോഗ് പറ, നിങ്ങൾക്കിവിടെ സ്ഥലമില്ല. റാൾഫ് മിണ്ടുന്നില്ല. അവസാനം ഒരു ടീച്ചർ ആ സൈഡ് കർട്ടൻ്റെ ഇടയിൽ കൂടെ അവൻ്റെ കുപ്പായത്തിൽ പിടിച്ചിങ്ങനെ വലിച്ചു. എന്നിട്ട് പറഞ്ഞു, ഡയലോഗ് പറ. അപ്പോൾ ഒരു താല്പര്യമില്ലാത്ത മട്ടിൽ റാൾഫ് പതിയെ ഇങ്ങോട്ട് തിരിഞ്ഞു വന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്കിവിടെ സ്ഥലമില്ല. എന്തായാലും ആശ്വാസമായി, കാരണം ഇനി നാടകം മുന്നോട്ട് പോകുമല്ലോ. ഈ ഡയലോഗ് കഴിഞ്ഞാൽ ഉടനെ ജോസഫും മറിയവും ഇങ്ങോട്ട് തിരിഞ്ഞു നടക്കണം. സത്രം സൂക്ഷിപ്പുകാരൻ രംഗം വിട്ട് പോകണം. ഇതാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ സത്രം സൂക്ഷിപ്പുകാരൻ രംഗം വിട്ട് പോകുന്നില്ല. അവൻ അവിടെ തന്നെ നിൽക്കുകയാണ്. ജോസഫും മറിയവും പതിയെ ഇങ്ങോട്ട് മൂവ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അവർ പതിയെ ഇങ്ങോട്ട് നടക്കാൻ തുടങ്ങി. 1-2 ചുവട് വെച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ സത്രം സൂക്ഷിപ്പുകാരൻ വിളിച്ചു, ഏയ് ജോസഫ്, ഒന്ന് നിൽക്കണേ, നിങ്ങൾക്ക് ഞാൻ എൻ്റെ മുറി തരാം എന്ന് പറഞ്ഞു. നാടകം തീർന്നു. നിങ്ങൾക്ക് ഞാൻ എൻ്റെ മുറി തരാം എന്ന് പറയാം. ശരിക്കും ജീവിക്കാൻ റാഷണൽ ആവേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഇറ്റ്സ് ബിയോണ്ട് റാഷണൽ. ജീവിതത്തിൻ്റെ യഥാർത്ഥ ആനന്ദങ്ങൾ മറ്റുള്ളവർക്ക് ഇടം കൊടുക്കുന്ന തരത്തിലുള്ള ജീവിതക്രമങ്ങൾ രൂപപ്പെടാനായിട്ട് ശരിക്കും യുക്തിക്കപ്പുറമായ ചില സഞ്ചാരങ്ങൾ ആവശ്യമുണ്ട്. അബ്രഹാം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് അതാണ്. ജോസഫ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് അതാണ്. ഞാൻ വീണ്ടും പറയട്ടെ, നമ്മൾ മുതിർന്ന് വരുമ്പോൾ നമ്മുടെ ഉള്ളിലെ ഇന്നസെൻസ് അത് നഷ്ടപ്പെട്ടു പോകാതെ സൂക്ഷിക്കണം. കാരണം കുട്ടികളുടെ പ്രാർത്ഥന ദൈവം പെട്ടെന്ന് കേൾക്കും എന്ന് പറഞ്ഞാണ് നമ്മൾ തുടങ്ങിയത്. നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെപ്പോലെ ആകുവീരെന്നുള്ള അവൻ്റെ ആ വാക്കിന് എത്ര ആഴവും എത്രയധികം അടരുകളുമുണ്ട് എന്ന് നമ്മൾ വിസ്മരിക്കരുത്. എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. നമ്മുടെ വിശ്വാസ ജീവിതം, നമ്മുടെ മതജീവിതം പല തലങ്ങളിൽ ചോദ്യം ചെയ്യപ്പെടുമ്പോഴും വിചാരണ ചെയ്യപ്പെടുമ്പോഴും നിരുപാധികമായൊരു ദൈവാശ്രയത്തോടെ, നിഷ്കളങ്കമായൊരു മനസ്സോടെ ദൈവത്തെ സമീപിക്കുക. നിശ്ചയമായും ദൈവം നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരമരുളും എന്ന ഉറപ്പിലും വിശ്വാസത്തിലും ജീവിക്കാൻ എക്കാലവും നമുക്ക് സംഗതിയാകട്ടെ എന്ന പ്രാർത്ഥനയോടെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.